അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള വിശ്വാസികളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ചോദിച്ചു, അയ്യുൽ ഇസ്ലാമി ഖൈർ, ഇസ്ലാമിൽ ഏറ്റവും പുണ്യകരമായ പ്രതിഫലാർഹമായ ഒരു കർമ്മം ഏതാണെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, തുതിഉ തആം, ഭക്ഷണം നൽകുക, വതഖറഉ സലാം അലാ മൻ അറഫ്ത വമൻ ലം തഅരിഫ്, നിനക്ക് അറിയുന്നവർക്കും അറിയാത്തവർക്കും നീ സലാം പറയുക. അപ്പോൾ ഇസ്ലാമിൽ ഭക്ഷണം നൽകുക എന്നുള്ളത് വലിയ പ്രതിഫലാർഹമായ ഒരു കാര്യമാണ്. അത് കല്യാണത്തിന്റെ പേരിലായാലും, ഒരു കുട്ടി ജനിച്ചതിന്റെ പേരിലായാലും, മരിച്ചവരുടെ പേരിലായാലും, എന്തിന്റെ പേരിലായാലും മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് അത് ഇസ്ലാം വലിയ പ്രോത്സാഹനം നൽകിയ കാര്യമാണ്. മറ്റൊന്ന്, എല്ലാവരോടും സലാം പറയുക. നാം സാധാരണയായി നമുക്ക് അറിയുന്നവരെ കണ്ടാൽ, പരിചയമുള്ളവരെ കണ്ടാൽ സലാം പറയും. എന്നാൽ പരിചയമില്ലാത്തവരെ കണ്ടാൽ, അങ്ങനെ ഒരാൾ കണ്ടു എന്ന ഭാവം പോലും നടിക്കാതെ മാറി നടക്കുന്നവരാണെങ്കിൽ നാം ഇനി മുതൽ അറിയുന്നവർക്കും അറിയാത്തവർക്കും സലാം പറഞ്ഞ് പരിശീലിക്കേണ്ടതുണ്ട്. കാരണം ഇസ്ലാമിൽ വലിയ കൂടി കിട്ടുന്ന വലിയൊരു പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് സലാം പ്രചരിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ നാം സലാം പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അന്യ സ്ത്രീ പുരുഷന്മാർ പരസ്പരം സലാം പറയാനോ സലാം മടക്കാനോ പാടില്ല. കാരണം സലാം ഒരു സ്നേഹമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പിന്നീട് ആ ഒരു ബന്ധം, ആദ്യം സലാം പറഞ്ഞു, പിന്നീട് സുഖമല്ലേ എന്ന് ചോദിച്ചു, പിന്നീട് അങ്ങനെ ഒരു വ്യക്തിബന്ധത്തിലേക്കും ഒരു സ്നേഹബന്ധത്തിലേക്കും എത്തിപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതലാണ് ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളത്. അന്യ സ്ത്രീ പുരുഷന്മാർ, അത് ഫോണിൽ കൂടെ ആയാലും, അത് ഡയറക്റ്റ് ആയാലും, വാട്സപ്പിലൂടെ ആയാലും, അന്യ സ്ത്രീകൾ പുരുഷന്മാർക്കോ പുരുഷന്മാർ അന്യ സ്ത്രീകൾക്കോ സലാം പറയാനോ സലാം മടക്കാനോ പാടില്ല. ഇത് പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനൂ, നിങ്ങൾ വിശ്വാസിയാവാതെ ഒരാളും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ തുഅ്മിനൂ ഹത്താ തഹാബു, നിങ്ങൾ സ്നേഹിക്കാതെ, നല്ല സ്നേഹബന്ധം പുലർത്താതെ നിങ്ങൾ വിശ്വാസിയാവുകയും ചെയ്യില്ല. എന്നാൽ നിങ്ങൾക്ക് ഞാൻ പരസ്പരം സ്നേഹമുണ്ടാക്കുന്ന ഒരു കാര്യം പഠിപ്പിച്ചു തരട്ടെയോ? ആദ്യം പറഞ്ഞു വിശ്വാസിയാവാതെ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. പിന്നീട് പറഞ്ഞു സ്നേഹമില്ലാതെ ഒരാൾ വിശ്വാസിയാവുകയില്ല. എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ ഇടയിൽ സ്നേഹമുണ്ടാക്കുന്ന ഒരു കാര്യം ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ? അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങളുടെ ഇടയിൽ സലാമിനെ വ്യാപിപ്പിക്കുക. സലാം പറയാന്നല്ല പറഞ്ഞത്, സലാമിനെ വ്യാപിപ്പിക്കുക. ആ രൂപത്തിൽ എല്ലാവരോടും സലാം പറയുന്ന, കണ്ടവരോടൊക്കെ പുഞ്ചിരിച്ചുകൊണ്ട് സലാം പറഞ്ഞ് കൈ കൊടുക്കുന്നത് ഇസ്ലാമിൽ വലിയ പ്രാധാന്യമുള്ള കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഒരുപാട് പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും എല്ലാവരും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.